പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇത് ഏതോ ഒരു ദുരൂഹ സിനിമയിലെ പശ്ചാത്തലമൊന്നുമല്ല. ഇത് റിപ്പബ്ലിക് ദിന പരേഡിനുള്ള റിഹേഴ്സലാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കാണുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല, കാണുന്നത് പോലെ തോന്നുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മൂടൽ മഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന ദില്ലിയുടെ ചിത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത്. ഇന്ത്യ ഗേറ്റ് ഇങ്ങനെ ഒന്ന് കാണാം. അവിടെ രാഷ്ട്രപതി ഭവൻ അതിന് പിന്നിലുണ്ടെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് അനുമാനിക്കാം. അവിടെ ഈ സമയത്തൊക്കെ വലിയ രീതിയിൽ റിഹേഴ്സലുകൾ നടക്കുന്ന സമയമാണ്. പക്ഷേ കാഴ്ച പരിധി 0 ആണ് ഏകദേശം. ഇന്നലെ റെഡ് അലേർട്ട് ആയിരുന്നു. ദില്ലിയിൽ വായുമലിനീകരണം അതിരൂക്ഷമാണ്. വായുമലിനീകരണ സൂചിക 390-ൽ എത്തി നിൽക്കുന്നു. ഓറഞ്ച് അലേർട്ടാണ് ദില്ലിയിലുള്ളത്. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ 2 ദിവസം കൂടി ഗുരുതര മലിനീകരണം തുടരുമെന്നാണ് മുന്നറിയിപ്പ്. പിയ സുനിലുണ്ട് പതിവ് പോലെ ഡൽഹിയിലെ വിവരങ്ങൾ പറയാൻ. പിയ സുനിൽ, വെരി ഗുഡ് മോർണിംഗ് പിയ സുനിൽ. ഇന്നും കാര്യങ്ങൾ അത്ര മെച്ചമില്ല. ഇന്നലെ റെഡ് അലേർട്ട് ആണെങ്കിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്. 2 ദിവസം കൂടി ഈ വായുമലിനീകരണം ഇതേ നിലയിൽ നിൽക്കും എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ശ്വാസം മുട്ടി മതിയായില്ലേ ദില്ലിക്ക്? ഉറപ്പായും ഗുഡ് മോർണിംഗ് അരുൺ. ശ്വാസം മുട്ടൽ തന്നെയാണ് ദില്ലിയിൽ. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മൂടൽ മഞ്ഞിൽ ഇന്ന് ആശ്വാസമുണ്ടെങ്കിൽ പോലും ഇന്ന് വായു മലിനീകരണ തോത് ഇന്നും അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. 2018 ശേഷം ഇതാദ്യമായിട്ടാണ് ഡിസംബർ മാസത്തിൽ ഇത്രയും തീവ്രമായ രീതിയിൽ ദില്ലിയിൽ വായു മലിനീകരണം ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന കണക്കുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഇന്ന് എയർ ക്വാളിറ്റി ഇൻഡെക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 349-നും 400-നും ഇടയിലാണ്. ചിലയിടങ്ങളിൽ അത് 410 വരെ പോയിട്ടുണ്ട്. 2018 ശേഷമുള്ള ഓരോ വർഷത്തെയും കണക്കുകൾ നോക്കുമ്പോൾ ഒരു കണക്കും 2022 മാത്രമാണ് 336 വരെ വായു ഗുണനിലവാര സൂചിക ഉയർന്നിരിക്കുന്നത്. അതിന് താഴെയാണ് മറ്റെല്ലാ വർഷങ്ങളിലെയും കണക്ക് ഡിസംബർ മാസത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ഡിസംബറിൽ ദില്ലിയിൽ വായു മലിനീകരണ തോത് 2018 അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ തോതിൽ ഉയർന്നു എന്നതാണ് കണക്കുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അതായാലും അതിതീവ്രമായി തന്നെ ദില്ലിയിലെ വായു മലിനീകരണം തുടരുന്നു. അത് തടയാൻ കഴിയുന്നില്ല. എല്ലാ വർഷവും ഇത് വലിയ പ്രതിസന്ധിയായി തുടരുകയാണ്. അങ്ങനെ ഡൽഹി ശ്വാസം മുട്ടി തന്നെ മുന്നോട്ട് പോവുകയാണ് അരുൺ. അതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. യഥാർത്ഥത്തിൽ ഇത്രയും ഒരുമിച്ച് മനുഷ്യരിരുന്നേ ഒരു മുറിക്കകത്ത് സിഗരറ്റ് വലിക്കുന്നതിൻ്റെ അതേ ഫീലിംഗ് ആണ് ഇപ്പോൾ ദില്ലിയിലെത്തിയാൽ. അത്ര വലിയ മലിനീകരണമുള്ള ഒരു വായുവാണ് ദില്ലിയിലുള്ളത്. ഈ ലങ്സിൻ്റെ പ്രശ്നങ്ങളുള്ളവർ, ആസ്മാറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ളവർക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിങ്ങനെ തുടരുകയാണ്. അതല്ലേ പ്രശ്നം.